നമുക്കറിയാം ഹോർമുസ് കടലിടുക്ക് യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും എന്നാണ് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും മറ്റും ചെയ്തത്. പക്ഷേ ഇത് ഏതാണ്ട് ഇപ്പോൾ അങ്ങനെ അടക്കില്ല എന്നുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ ഇറാന്റെ പുതിയ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഏറെ സാമ്പത്തികമായി, വാണിജ്യപരമായി, ട്രേഡ് പരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഇത് പൂർണ്ണമായും നമുക്കറിയാം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും തിരിച്ചുമുള്ള വ്യാപാരത്തിൽ ഇറാന്റെ അധീനത്തിലുള്ള ഈ കടലിടുക്ക് ഏറെ നിർണായകമാണ്. ലോക വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ ഹോർമുസ് വഴിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നത്. ഗൾഫിലെ ഓയിലിൻ്റെ ഭൂരിഭാഗവും കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ് ഇത് അടയ്ക്കുകയോ മറ്റ് പ്രതിസന്ധിയോ വല്ലതും ഉണ്ടായാൽ വില ബാരലിന് വല്ലാതെ വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം $80 ഇന്നിപ്പോൾ രാവിലെ എണ്ണവില വർദ്ധിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. $100 അതിവേഗം ഒരുപക്ഷെ എണ്ണവില എത്തിയേക്കാം. നമുക്കറിയാം എണ്ണവിലയൊക്കെ വളരെ താഴ്ന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ $100 എത്തിയേക്കാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെയാണ്, ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയ ഓയിൽ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഇത് എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രവാസികൾ അടക്കം ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. എണ്ണ വഴിയുള്ള സാമ്പത്തിക ആഘാതം വളരെ വലുതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ക്രൂഡ് ഓയിലിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കണം. ഇതിൽ നല്ലൊരു പങ്കും വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വരുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. 10 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഈ ഹോർമുസ് കടലിടുക്ക് വഴി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. ഇതിൽ തടസ്സമുണ്ടായാലും വില കൂടിയാലും ഇന്ത്യക്ക് അത് വലിയ ആഘാതമാകും. അത് വലിയ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 2024-25 ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 11.6 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. ഈ വർഷം ഏപ്രിൽ ജനുവരിയിലെ ചെലവ് 8.8 ലക്ഷം കോടി രൂപയാണ്. എണ്ണവില ബാരലിന് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഇത് നമ്മളെ വല്ലാത്ത തരത്തിൽ ചിന്തിപ്പിക്കുന്നു. അജയ്, ഹോർമുസ് കടലിടുക്ക് തൽക്കാലം അടയ്ക്കുന്നില്ല എന്നല്ലേ പ്രഖ്യാപനം ഇറാന്റെ? എന്താണ് വിവരം? ഈയൊരു മേഖലയിൽ ഇപ്പോൾ കടുത്ത രീതിയിലുള്ളൊരു ഇറാനിയൻ ഭീഷണിയുണ്ട്. മേഖലയിൽ ഇപ്പോൾ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് നേരെ അവർ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3 കപ്പലുകളാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയമായത്. ഈ സംഘർഷം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പല എണ്ണ കമ്പനികളും, ആദ്യഘട്ടത്തിൽ ഒരു 4 എണ്ണ കമ്പനികളാണ് ഇതുവഴി പൂർണ്ണമായിട്ടും അവരുടെ ചരക്ക് ഗതാഗതം ഇപ്പോൾ നിർത്തിയതായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് കൂടുതൽ എണ്ണ കമ്പനികൾ ഇതുവഴി ഇപ്പോൾ തൽക്കാലം ഈ സംഘർഷം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുവഴി ഗതാഗതം നടത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി നിലപാട് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇറാൻ ഈ മേഖലയിലൂടെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഈ മേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും ഏതാണ്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് വ്യാപകമായിട്ട് എല്ലാ രാജ്യങ്ങളും അതുപോലെ തന്നെ എണ്ണ കമ്പനികളും ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. ജപ്പാൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ മേഖലയിൽ ഇത്തരത്തിൽ ഈ വ്യാപാരം നടത്തുന്നതിൽ ആശങ്കയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ വഷളായ നിലയിൽ ഇപ്പോൾ അവരുടെ ഒരു കപ്പലിന് ഉൾപ്പെടെ ഒരു ഭീഷണി ഉണ്ടെന്ന് അറിയിക്കുക അടക്കം ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് പക്ഷേ പൂർണ്ണമായിട്ടും ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിക്കുകയാണെങ്കിൽ ഇതുവഴി ചരക്ക് നീക്കം, ഒരു എണ്ണയുടെ ചരക്ക് നീക്കം നടത്തുന്നത് 20 മുതൽ 25%. അപ്പോൾ ഇത് നിലയ്ക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ എണ്ണവില അത് കുതിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ ഏഷ്യ മാർക്കറ്റിൽ മാത്രം 7% വർധനവ് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായി. $78.25 പെർ ബാരൽ എന്നുള്ള നിരക്കിലും US മാർക്കറ്റിൽ 7.3% വർധനവുണ്ടായി. $71.93 പെർ ബാരൽ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു ഹൈക്ക് ഇന്ന് രാവിലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഈ മേഖലയിലുള്ള ഗതാഗതത്തിലെ പ്രതിസന്ധി കൊണ്ടാണ്. ഇതിപ്പോൾ ക്രൂഡ് ഓയിൽ മാത്രമല്ല, മറ്റ് ഭക്ഷ്യ സാധനങ്ങൾ അതുപോലെ മറ്റ് ഒരു മൊത്ത ആഗോള വ്യാപാരത്തിനെ തന്നെയും ഇതൊന്ന് പിടിച്ചുലയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അത്ര നിർണായകമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു അറേബ്യൻ സി എ ഈ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ശരി, ഏതായാലും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യക്ക് വേറെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലകൾ കൂടിയാണ് ഇത് എന്നതുകൂടി ചേർത്ത് വെക്കണം. നമുക്കിനിയും ഫ്ലൈറ്റുകൾ കാര്യമായി ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും
തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഫ്ലൈറ്റുകൾ, നെടുമ്പാശ്ശേരി 23 വിമാനങ്ങൾ, തിരുവനന്തപുരത്ത് 20 സർവീസുകൾ, കരിപ്പൂരിൽ പൂർണ്ണമായും സർവീസുകൾ റദ്ദാക്കി. ഡാനി പോൾ, സാരംഗ് സുധാകരൻ, CB അനുമോദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, 26ഓളം സർവീസുകൾ, അതായത് ഒരു സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇല്ല എന്നാണോ, അതോ ജിദ്ദയിലേക്ക് മറ്റുമുള്ള ചില സ്ഥലങ്ങളിലേക്ക് മാത്രമുള്ള സർവീസ് നടക്കുന്നുണ്ടോ എന്നാണോ? രഞ്ജിത്ത്, ചിലയിടങ്ങളിലേക്ക്, അതായത് ഈ ഒമാൻ മേഖലയിലേക്ക് ഒമാൻ്റെ സർവീസുകൾ നടത്തുന്നുണ്ട്. ഒമാൻ മസ്കറ്റിലേക്ക് ഉള്ള സർവീസുകൾ ഒമാൻ എയർവേസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിദ്ദയിലേക്കുള്ള സർവീസുകൾ സൗദി എയർലൈൻസ് നടത്തുന്നുണ്ട്. ഈ 2 സർവീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തടസ്സങ്ങൾ, ആ മേഖലയിൽ വ്യോമപാതയൊന്നും അടച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയും അവർക്ക് സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതേ സർവീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് ഗൾഫ് സെക്ടറുകളിലേക്ക് ഈ സർവീസുകളൊന്നും നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ സാരമായ രീതിയിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിൽ ഇവിടെ എല്ലാം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 23 വിമാനങ്ങൾ ഈ രീതിയിൽ തന്നെ സർവീസ് റദ്ദ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോഴും കൂടുതൽ സർവീസ്. നമുക്കറിയാം, കൂടുതൽ സർവീസുകൾ പുലർച്ചെ തന്നെ എത്തുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇന്നും സാരമായ രീതിയിൽ തന്നെ കൊച്ചിയിൽ നിന്നുള്ള സർവീസുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സൗദിയുടെയും അതോടൊപ്പം തന്നെ ഒമാൻ്റെയും ആ മേഖലയിലേക്കുള്ള സെക്ടറുകൾ, ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കുമുള്ള സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പുലർ 8 മണിക്കും അതോടൊപ്പം തന്നെ 11:30ക്കും ഉണ്ടായിരുന്ന സർവീസുകൾ ഇനി ഉച്ചയ്ക്കുള്ള ഒരു ഫ്ലൈറ്റ്, ഈ രീതിയിലുള്ള സർവീസുകൾ മാത്രമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത് എത്തിഹാദിൻ്റെയും അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിൻ്റെയും ദുബായിലേക്കുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം തന്നെ ഈ രാത്രി ഉള്ളതാണ്. പക്ഷേ നടക്കാനുള്ള സാധ്യതകളെല്ലാം വളരെ കുറവാണ്. കാരണം അതിൻ്റെ ഒരു സമയക്രമത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അത് ചാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയും ചെയ്യും. ഏതായാലും വലിയ രീതിയിൽ ഈ മേഖലയിൽ ആ പ്രതിസന്ധി നിലനിൽക്കുന്നത് അത് തുടരുകയാണ്. യാതൊരു അയവും ഇതിലേക്ക് വന്നിട്ടില്ല. നമ്മൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അവിടെ ആരും തന്നെ ഈ ഡിപ്പാർച്ചർ അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൂടുതലും ഗൾഫ് മേഖലയെ ആശ്രയിച്ച് തന്നെയായിരുന്നു കൂടുതൽ സർവീസുകൾ ഉണ്ടായിരുന്നത്. അവിടെ യാത്രക്കാരും ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഒപ്പം തന്നെയും ഈ ചിലരെങ്കിലും നേരിട്ട് വന്ന് അന്വേഷണം നടത്തി പോകുന്നവരുമെല്ലാം തന്നെയുണ്ട്. കാരണം പലരും പ്രതിസന്ധിയിലാണ്. അവിടെ ജോലിയും സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കുടുങ്ങിപ്പോയവർ, ലീവിന് വന്നവരുണ്ട്, അവിടേക്ക് തിരിച്ചു പോകേണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് നാട്ടിലേക്ക് വരാനായിട്ട് ഉടങ്കാത്ത് നിൽക്കുന്ന പ്രവാസികളുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.